പാർട്ടി അറിയാതെ വി.ഡി. സതീശൻ രഹസ്യ സർവേ നടത്തിയതിൽ കോൺഗ്രസിൽ ഇപ്പോൾ അമർഷം പുകയുകയാണ്. രഹസ്യ സർവേ ചോദ്യം ചെയ്തുകൊണ്ട് നിരവധി നേതാക്കൾ രംഗത്തെത്തുകയും ചെയ്തു. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ വിജയ സാധ്യതയാണ് സർവേയിൽ പരിശോധിച്ചത്. 63 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് വിജയിക്കുമെന്നായിരുന്നു സർവേയുടെ റിപ്പോർട്ട്. ജനുവരി 9 ചേർന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിക്കാനുള്ള സാധ്യത 63 മണ്ഡലങ്ങളെക്കുറിച്ചും സ്ഥാനാർത്ഥി സാധ്യതയെക്കുറിച്ചും വി.ഡി. സതീശൻ വ്യക്തമാക്കിയത്. എന്നാൽ ഇതിനെതിരെ എ.പി. അനിൽകുമാർ രംഗത്തെത്തുകയും ചെയ്തു. ആരുടെ അനുമതിയോടെയും പിന്തുണയോടെയുമാണ് സർവേ നടത്തിയതെന്ന് എ.പി. അനിൽകുമാർ ചോദിച്ചതോടെ ഇരുവരും തമ്മിൽ തർക്കമുണ്ടാവുകയായിരുന്നു. നേതൃത്വം അറിയാതെ രഹസ്യ സർവേ നടത്തിയതിൽ ഹൈക്കമാൻഡിനും അതൃപ്തിയുണ്ട്. ഈ വിവരം നേരത്തെ തന്നെ ഹൈക്കമാൻഡിന്റെ ശ്രദ്ധയിൽ വന്നിരുന്നുവെന്നും വിവരമുണ്ട്. എന്തുതന്നെയാണെങ്കിലും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കെ.പി.സി.സി രാഷ്ട്രീയ കാര്യസമിതി യോഗത്തിൽ പറഞ്ഞ ആ 63 നിയമസഭാ സീറ്റുകൾ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ചർച്ചയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. പറഞ്ഞു പൂർത്തിയാക്കാൻ യോഗത്തിൽ സതീശന് കഴിഞ്ഞില്ല എന്നതും പിന്നീട് ഇക്കാര്യം നേതാക്കളോട് വിശദീകരിക്കാൻ വിസമ്മതിക്കുകയും ചെയ്തു എന്നതും ശ്രദ്ധേയം തന്നെയാണ്. സർവേയുടെ അടിസ്ഥാനത്തിലല്ല, സമീപകാല തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചുകൊണ്ട് രാഷ്ട്രീയ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ കണക്കുകളാണ് യോഗത്തിൽ വച്ചത് എന്നതായിരുന്നു വിവരം. മണ്ഡലങ്ങളെ അറിയാനുള്ള താല്പര്യം അതേസമയം തന്നെ CPM-നുമുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 93 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് 21 സീറ്റിലാണ് വിജയിച്ചത്. ഇത് ഉൾപ്പെടെ 63 സീറ്റുകളിൽ പ്രത്യേക ശ്രദ്ധ നൽകണമെന്നായിരുന്നു സതീശന്റെ നിർദ്ദേശം. പട്ടികയും കയ്യിലുണ്ട്. ഇപ്പോൾ ജയിച്ച മണ്ഡലങ്ങൾ ഏത് പ്രതികൂല കാലാവസ്ഥയിലും കോൺഗ്രസ് ജയിക്കുന്നവ തന്നെയാണ്. മറ്റ് 42 മണ്ഡലങ്ങൾ ഓരോ പ്രധാന നേതാവും ഏറ്റെടുക്കണമെന്ന ആശയമാണ് അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. മാത്രമല്ല, എന്നാൽ സതീശന് അനുകൂലമായി വരുന്ന മറ്റൊരു വാദം പ്രതിപക്ഷ നേതാവോ അദ്ദേഹത്തിന്റെ ഓഫീസോ സ്വന്തം നിലയ്ക്കല്ല സർവേകളൊന്നും തന്നെ നടത്തിയത് എന്നതാണ്. അതായത് പ്രതിപക്ഷ നേതാവോ അദ്ദേഹത്തിന്റെ ഓഫീസോ സ്വന്തം നിലയ്ക്ക് സർവേകൾ നടത്തിയിട്ടില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് രാഷ്ട്രീയ തന്ത്രജ്ഞനായ സുനിൽ കനകോലുവിന്റെ ടീം നടത്തിയ പരിശോധനയിൽ നിയമസഭാ മണ്ഡലങ്ങളെ വിജയസാധ്യതയുടെ അടിസ്ഥാനത്തിൽ പല കള്ളികളാക്കിയിരുന്നു. ഈ റിപ്പോർട്ട് പക്ഷേ എവിടെയും ഔദ്യോഗികമായി നൽകിയിട്ടുമില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് 4 ഘട്ടങ്ങളായുള്ള സർവേക്ക് കനകോലുവിന്റെ ടീം തുടക്കമിട്ടിട്ടേ ഉള്ളൂ എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന മറ്റൊരു വിവരം. എന്നാൽ അതേസമയം തന്നെ വി.ഡി. സതീശൻ ഇപ്പോൾ കോൺഗ്രസിൽ ആളായി മാറാൻ ശ്രമിക്കുകയാണ് എന്നതിന്റെ സൂചനകളാണ് ഇതിലൂടെ പുറത്തു വരുന്നത് എന്നതും ആക്ഷേപമുണ്ട്. കാരണം പ്രതിപക്ഷ നേതാവ് ഒറ്റയ്ക്ക് ഇത്തരമുള്ളൊരു രഹസ്യ സർവേക്ക് നേതൃത്വം നൽകി എന്ന വാദം തന്നെയാണ് ഇപ്പോഴും കോൺഗ്രസിൽ വളരെ ശക്തമായി നിലനിൽക്കുന്നത്. ഇതൊരു അർത്ഥത്തിൽ വി.ഡി. സതീശന് പ്രതികൂലമാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അതേസമയം തന്നെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന് വളരെ അനുകൂലമായിരിക്കും എന്ന മറ്റൊരു വിലയിരുത്തൽ കൂടി കോൺഗ്രസിന് അകത്തു നിന്നുണ്ട്. ആ വിലയിരുത്തൽ യഥാർത്ഥത്തിൽ CPM-നെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഏതെല്ലാമാണ് ആ 63 മണ്ഡലങ്ങൾ എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ CPM-ന്റെ ഭാഗത്തു നിന്നുമുള്ളത്. മാത്രമല്ല, ഇതുവരെയുള്ള രാഷ്ട്രീയ സാഹചര്യമല്ല ഇനി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഉണ്ടാവുക എന്നതും ശ്രദ്ധേയമാണ്. അതിനുള്ള പ്രധാന കാരണം 2 തവണകളായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇടതുമുന്നണി തന്നെയാണ്. അതേ സാഹചര്യത്തിൽ വലിയ തരത്തിലുള്ള ഒരു ഭരണവിരുദ്ധ വികാരം സർക്കാരിനെതിരെ ഉണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാണ്. മാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും 2021 ശേഷമുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളും പരിശോധിച്ചു കഴിഞ്ഞാലും UDF-ന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല, ചരിത്രത്തിലാദ്യമായി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി തൃശൂർ ലോക്സഭാ മണ്ഡലം പിടിച്ചെടുക്കുകയും ചെയ്തു. അതായത് ചരിത്രത്തിലാദ്യമായി BJP തങ്ങളുടെ ഇടം ഉറപ്പിച്ചും കഴിഞ്ഞിരിക്കുകയാണ്. സ്വാഭാവികമായും ഈ എല്ലാ സാഹചര്യങ്ങളും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് വലിയ വെല്ലുവിളി തന്നെയാണ്. ഒരർത്ഥത്തിൽ BJP കൂടി കാലുറപ്പിച്ചിരിക്കുന്ന സ്ഥിതിക്ക് BJP ഇപ്പോൾ ക്രൈസ്തവ വോട്ടുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള തന്ത്രങ്ങളും പ്രചരണങ്ങളുമെല്ലാം ആരംഭിച്ചിരിക്കുന്ന സ്ഥിതിക്ക് 26 തെരഞ്ഞെടുപ്പിൽ UDF-നെ മാത്രം ഭയന്നാൽ പോരാ, BJP-യെ കൂടി ഭയക്കേണ്ടതാണ് എന്ന രാഷ്ട്രീയ സാഹചര്യം കൂടി എത്തിയിരിക്കുകയാണ്. അതായത് ഇനിയുള്ള തിരഞ്ഞെടുപ്പുകളിലൊന്നും തന്നെ ഇടതുമുന്നണിയും വലതുമുന്നണിയും തമ്മിലുള്ള പോരാട്ടമല്ല, മറ്റൊരു മുന്നണി കൂടി തങ്ങളുടെ സ്ഥാനം ഊട്ടിയുറപ്പിക്കാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്നതും ഇടതുമുന്നണിക്ക് വലിയ തരത്തിലുള്ള ആശങ്കയ്ക്ക് വക നൽകുന്നുണ്ട്.